നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ ഒന്നും അറിയാത്ത മണ്ടിയാണെന്നാ? കുറച്ച് ദിവസമായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. ഇത് എത്ര വരെ പോകുന്നറിയാൻ വേണ്ടിട്ടാ അത്രയും ദിവസം മിണ്ടാതിരുന്നത്. നീ എന്താ വിചാരിച്ചത്? ഇതെല്ലാം കൈക്കലാക്കിയിട്ട് നിന്റെ പേർക്കാക്കിയിട്ട് എന്നെ പുറത്താക്കാന്നല്ലേ? എന്തായാലും നിനക്കുള്ള ഞാൻ കാണിച്ചു തരുന്നുണ്ടടി. പെട്ടെന്നോ വിവേകേട്ടൻ എന്തിന്റെ കേടാ? എടോ അമ്മ അവൾക്ക് വീട് സ്ഥലം എഴുതി കൊടുക്കുകയാണെങ്കിലേ കൊടുത്തോട്ടോ. ഞാൻ വേണമെങ്കിലേ ഒപ്പിട്ട് കൊടുക്കാം. അന്തേട്ടാ അങ്ങനെ? അന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇപ്പം എന്ത് പറ്റി? അല്ല അന്ന് അങ്ങനെ പറഞ്ഞു. ഒന്നാമത് ഈ അച്ഛനമ്മയുള്ള സമയത്തെ ഒരിക്കലും സ്വത്തൊന്നും മക്കളുടെ പേരിൽ എഴുതി കൊടുക്കരുത്. ഇനിയിപ്പോൾ അത് അമ്മയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലോ. ഇല്ല അവള് അമ്മേനെ നന്നായി നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതല്ലേ നല്ലത്. എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരേട്ടാ. നമുക്ക് അവിടുത്തെ ഒന്നും വേണ്ട. എന്നാലും അമ്മ അല്ലടോ ഞാൻ അന്ന് അമ്മനെ കണ്ട് സംസാരിച്ചതല്ലേ അമ്മ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഇരിക്കുന്ന കാര്യം അമ്മ ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന അവളുടെ കൂടെ ഇരിക്കുന്നതാണെങ്കിലേ പിന്നെ അതിന് നല്ലത്. എന്തായാലും ഞാൻ എഴുതി കൊടുക്കാൻ പോകട്ടോ. അല്ലേട്ടാ അതിനിപ്പോൾ അവർ വിളിച്ചൊന്നുമില്ലല്ലോ? ഇല്ല വിളിച്ചിട്ടൊന്നുമില്ല. അല്ല അന്ന് ഞാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ സൗകര്യം എപ്പോഴാണ് അതിനനുസരിച്ച് പറയുന്നത്. എന്നാലും 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്കാന്നേ ഞാൻ വിളിച്ച് പറയട്ടെ കേട്ടോ. എത്ര നന്നായിട്ട് കഴിഞ്ഞതല്ലേ. ഞാൻ വന്നതിന് ശേഷം കുടുംബം എങ്ങനെയായിന്ന് ഏട്ടനെന്തെങ്കിലും എൻ്റെ മേലെ ദേഷ്യമുണ്ടോ? താൻ എന്തോ അർത്ഥവരോടെ പറയുന്നത്? കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരുപാട് കാലം ജോലി എടുത്തല്ലേ. 1 രൂപ പോലും എടുക്കാണ്ട് ഫുൾ അമ്മൻ്റെ കൊടുത്ത. എൻ്റെ അമ്മനോട് ചോദിച്ചപ്പോഴോ എല്ലാം തീർന്നതാണ്. എടാ താൻ വന്നതിന് ശേഷമല്ലേ ഇപ്പം എനിക്ക് ഇത്രയും മാറ്റം വന്നത്. അതിന് ഞാൻ നിന്നോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നോടൊരു ദേഷ്യമില്ല കേട്ടോ. ഏട്ടപ്പം ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ഉള്ളിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കൊരു വിഷമമില്ല. അത് നീ എന്നിട്ട് എൻ്റെ ടെൻഷൻ ഒഴിവാക്ക്. എവിടെയായാലും അമ്മ ഹാപ്പി ആയിരുന്നാൽ മതി. അമ്മയാണ് കളിക്കുന്നത്. ആ അമ്മ വരുമ്പോൾ ഞങ്ങൾ വരാം. ശരി. എടോ അമ്മ ഒന്ന് വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുന്നത് 2 ആളോടും. അങ്ങോട്ട് പോകാനോ? ഇനിയിപ്പോൾ എല്ലാം തീരുമാനിച്ചിട്ട് വിളിക്കുകയായിരിക്കും കേട്ടാ. അറിയില്ല. എന്തായാലും ഇപ്പോൾ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിലേ അത് കൊടുത്തിട്ട് വരാമല്ലോ. അതോടെ കഴിഞ്ഞില്ലേ. എന്നാലും താ മാറ്റി ഞാനേ പിള്ളേരോടൊന്ന് വിളിച്ച് വരട്ടെ. കുറച്ച് വൈകുന്നേ. അമ്മ വിവേകേട്ടനെ അവരുടെ വീട്ടിലെന്തോ കാര്യം പറഞ്ഞതാ തോന്നുന്നു. അത് നമ്മുടെ ഇവിടുത്തെ ഒന്നല്ല അമ്മ. അതും കേട്ടെന്നെ തെറ്റിദ്ധരിക്കില്ല അമ്മ. നിർത്തടി അവിടെ. നീ ഇനിയും കിടന്ന് ന്യായീകരിക്കാൻ നോക്കുന്ന. ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടതല്ല. കുറേ ദിവസം ഈ വിവരം അറിഞ്ഞിട്ട് ഇത് ഏതുവരെ പോണെന്ന് അറിയാൻ വേണ്ടി മിണ്ടാതിരുന്നതാ. എന്നിട്ട് ഇനിയും നീ ഇതാക്കാൻ നിൽക്കുക. അമ്മ ഞാൻ എന്നെ അങ്ങനെ വിളിച്ചു പോരുത് നീ. നിന്നെ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചത്? എൻ്റെ മകനെക്കാളും നിന്നെ എത്ര ഞാൻ എന്താക്കിയതാണ്. അവൻ സമ്പാദിച്ചു കൊണ്ടുവരുന്ന പൈസ മുഴുവൻ നിനക്കാണ് ഞാൻ തന്നത്. എന്നിട്ട് എന്നെ നീ ഇങ്ങനെ ചതിക്കൂടി? ഇനിയും തെറ്റ് സമ്മതിച്ചില്ലെങ്കിൽ ഉള്ളതും കൂടി കിട്ടില്ലെന്നാ തോന്നുന്നത്. സോറി അമ്മ, സോറി അമ്മ. ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞത്. അമ്മ എന്നോട് ക്ഷമിക്കമ്മ. ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പോഴല്ലേ മനസ്സിലായത്. നിന്നെ കണ്ണു അടിച്ച് വിശ്വസിച്ചിട്ടേ ഉള്ള വീടും പറമ്പും മുഴുവൻ നിന്റെ പേർക്ക് എഴുതി തന്നാണെങ്കിലോ നീ അവസാനം എന്നെ പുറത്താക്കിയിട്ട് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് ഞാൻ അങ്ങനെ നടക്കേണ്ട വന്നിട്ടുണ്ടാവും. അമ്മ എന്തൊക്കെയാ അമ്മ പറയണത്? ഞാൻ അമ്മൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്യോ? എനിക്ക് അവനെ അത്ര ഇഷ്ടമെന്നറിയോ? മതിയടി, ഇനി ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട. എന്നാലും നിന്നെ എത്രയും സ്നേഹിച്ചിട്ട് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചേ ഇല്ല. സ്വന്തം അമ്മനെ പുറത്താക്കാൻ വേണ്ടി ഒരു മകളും അതിന് കൂട്ട് നിൽക്കുക ഒരു മരുമകനും. നീയൊക്കെ എൻ്റെ മകളാന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവുക. നിനക്കൊന്ന് വളർന്നു വരുന്നില്ലേ? അത് നാളെ മേലെ നിങ്ങളോട് 2 ആളോടും ഇങ്ങനെ ചെയ്യുമ്പോഴേ നിനക്ക് എൻ്റെ വേദന എന്താന്ന് മനസ്സിലാവുള്ളൂടെ. സോറി അമ്മ, സോറി അമ്മ, സോറി അമ്മ. ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ആവർത്തിക്കില്ല അമ്മ. പ്ലീസ് അമ്മ, എന്നെ പറഞ്ഞു വിടില്ല അമ്മ. പ്ലീസ് അമ്മ, ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മിണ്ടാതിരിക്കാം അമ്മ. അവളുടെ ഒരു സോറി. നിന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കല്യാണം കഴിച്ച് വിട്ടതല്ലേ.
എന്നിട്ട് അവിടെ പണിയെടുക്കാൻ മടിച്ചിട്ട് ആഴ്ചയ്ക്ക് ഇങ്ങോട്ട് കെട്ടി പുറപ്പെടും. എന്നിട്ട് ഇവിടെ വരെ കുത്തിത്തിരിപ്പായിട്ട് അങ്ങനെ പോവും. ഇനിയായിട്ട് അതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മര്യാദയ്ക്ക് എണിച്ച് പോടി അവിടുന്ന്. അമ്മ എന്തൊക്കെയാ അമ്മ പറയണത്? ഒന്നാമത് എൻ്റെ വിവേകേട്ടൻ നാട്ടിലില്ലാത്തല്ലേ. ആ അമ്മായിമ്മൻ്റെ അമ്മായച്ചൻ്റെ ഇടയിൽ ഇരുന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ അവസാനം കടുകയും ചെയ്താലോ? അപ്പൊ അമ്മയ്ക്കല്ലേ പോവുക? ഓ, ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു പേടിയില്ല മോളെ. നിന്റെയൊക്കെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ അവര് വല്ല കടുങ്കയും ചെയ്യുന്ന എൻ്റെ പേടി. കാരണം നിന്റെ കൂടെയൊക്കെ ജീവിക്കണമെങ്കിൽ അവര് 10 ജന്മം ജനിക്കണം. നിന്റെ കൂടെ ഒന്നും പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യന്മാർക്കും പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. നീ വേഗം പോവാൻ നോക്ക്. എന്താ അമ്മ അങ്ങനെയൊക്കെ പറയണത്? ഉമ്മ നിർത്തടി അവിടെ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്കാ സംസാരിച്ചത്. ഇനി ഇവിടെ കിടന്ന് നാടകം ഇറക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. ഇറങ്ങി പോയിക്കോളന്ന്. എടി എടി നിക്ക്. നീ ഇതെവിടേക്ക് തുള്ളിച്ചാടി പോകുന്നത്? അമ്മയല്ലേ പറഞ്ഞ കാല് കഴിഞ്ഞ് തല്ലി ഓടിക്കുന്നേ, പിന്നെ ഞാനെന്ത് നിൽക്കുന്നേ? നീ വരുമ്പോ ഇങ്ങനെയാടി വന്നത്? നിന്റെ കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങല്ലേ, അതിനെ എടുത്തിട്ട് പോ. ആൾക്കാരെ ഞാൻ മറന്നുപോയമ്മ. ഓ, മറന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വീടും സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അമ്മനെ പെരുവഴിയിലാക്കാൻ നിന്നവളാ. നീയൊക്കെ എന്ത്, എനിക്കല്ലെങ്കിലും സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ. പോ, അതിനെ എടുത്തിട്ട് പോ. കുഞ്ഞുസേ, മോനെ, കുഞ്ഞുസേ, മോനെ, ഇനിയൊക്കെ നമുക്ക് അവിടെ പോയി ഉറങ്ങടാ. വാടാ ബാബാ. ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ എന്റെ അമ്മമ്മ നമ്മളെ കൈയും കാലൊക്കെ തല്ലി ഓടിക്കുന്നു തോന്നുന്നത്. അവിടെ പോയി ഉറങ്ങട്ടാ. കിടന്നു. എന്നാ ശരി അമ്മ. ഓ, ശരിയൊന്നും വേണ്ട, വേഗം പോവാൻ നോക്ക്. ഓർവിടെ ആരോ കൊണ്ടുവച്ച്. ഓ, എന്തൊരു പെണ്ണാ അത്. കുറച്ചുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഈ മണ്ണടക്കം അടിച്ചു പോയിട്ടുണ്ടാകും. എന്നാലും വല്ലാത്തൊരു മോളെന്നെ. ഇതിനെയൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ ദൈവമേ. ഏട്ടാ, അമ്മ എന്തിനായിരിക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക? എന്തായാലും താൻ വാ, നോക്കാലോ. ആ, മോനെത്തിയോ? അവളെവിടെടാ? ഇതമ്മേ വാടോ. രണ്ടാളും കയറ്, വാ. ഇതെന്താ മോനെ അവിടെ തന്നെ നിൽക്കുന്നത്? വന്നിരിക്കേ. എന്താ എന്താ വിളിപ്പിച്ചത്? അത് മോനെ, നിങ്ങൾ ആദ്യം ഇരിക്കേ. അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല, ഷാദിയും കുഞ്ഞൊക്കെ എവിടെ നിന്നാ? അവര് ഇവിടെ ഇല്ലടാ. എവിടെ പോയതാ? വീട്ടിൽ പോയതാണോ? പോയതൊന്നുമല്ല, ഞാൻ അവിടുന്ന് പായിപ്പിച്ചു വിട്ടതാ. എന്താ? എന്നോട് ക്ഷമിക്കടാ മോനെ. ഇത്രയും കാലം നീ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ മുഴുവൻ അമ്മേൻ്റെ അടുത്തല്ലേ എടുത്തു വെക്കാൻ തന്നത്. എന്നിട്ട് നിനക്കൊരാവശ്യം വന്നപ്പോൾ അന്ന് പൈസ വെച്ചിട്ട് ഞാൻ തരാതിരുന്നില്ലേ? അതിനുള്ളതൊക്കെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഒരു ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഇപ്പം രക്ഷപ്പെട്ടതാ. അല്ലെങ്കിൽ എൻ്റെ മോളില്ലേ, എൻ്റെ അനിയത്തി, അവൾ ഇവിടെ വന്നിട്ട് ഉള്ള സ്ഥലം വീടൊക്കെ അടിച്ചു മാറ്റാൻ നോക്കിയതാടാ. ആ വിവേക് ഫോൺ ചെയ്ത സമയത്ത് എന്തോ ഒരു ഇതിൽ ഞാൻ എടുത്തു. അപ്പോഴല്ലേ അവളുടെ കള്ളത്തരമൊക്കെ മനസ്സിലായത്. നിന്നെ വേണ്ടവരുടെ അവൾ ഒരുപാട് സ്നേഹിച്ചു. അതാ ഈ അമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. 2 മക്കളുണ്ടെങ്കിൽ രണ്ടാളിനെ ഒരേപോലെ കാണണം. എല്ലാവരെയും മനസ്സിലാക്കാൻ ഒരു സമയം വരുന്ന പറയണ കേട്ടിട്ടേ ഉള്ളൂ. അതിപ്പോഴാണോ മനസ്സിലായത്. അല്ലെങ്കിലും നല്ല കാലത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ.
അവരിനെ വേണ്ട വെച്ചിട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ പോകുമ്പോഴേ അതിനനുസരിച്ച് ദൈവം നമുക്ക് പണി തരും. മോൻ പറഞ്ഞത് ശരിയാ. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും സ്വത്തുക്കൾ മക്കളുടെ പേരിൽ ആക്കരുത്. അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവസാനം ആ അച്ഛനും അമ്മയ്ക്ക് അധോഗതിയായിരിക്കും. എന്നാലും ഇത്രയും കാലമായിട്ട് നിന്റെ സ്നേഹം അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോടാ. അതാലോചിക്കുമ്പോഴാ. അത് സാരല്ലമ്മേ, എവിടെയായാലും അമ്മ സന്തോഷത്തോടെ ഇരുന്നാൽ മതി, അത്രമാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇനി വീട് സ്വത്തൊന്നും അതൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലമ്മേ. അമ്മ പെങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിലേ, അങ്ങനെയാണ് വെച്ചാൽ ഈ വീടും സ്വത്തും അവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയാ സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ മോനെ. അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ മോൾക്ക് അമ്മനോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാ അമ്മൻ്റെ അടുത്ത് ദേഷ്യം? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പം അതിനെ വെറുതെ പറയണ്ട. എന്തായാലും ഇനിയിപ്പം ആ വാടക വീടൊക്കെ അവർക്ക് തന്നെ കൊടുത്തിട്ട് നിങ്ങളിവിടെ താമസം മാറ്റാൻ നോക്ക്. ഇരിക്കേ, അമ്മ ഇപ്പോൾ വരാം. എന്നാ മോനെ, ഇത്രയും കാലം എന്നെ പറ്റിച്ച അമ്മ വാങ്ങിച്ചെടുത്ത പൈസയ്ക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പൈസയുണ്ട്. എന്തായാലും അമ്മ അനാവശ്യമായിട്ട് ചിലവാക്കിയിട്ടൊന്നുമില്ല. മോനിപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങിയതല്ലേ, അതിലേക്ക് വേണ്ടിയിട്ട് ഇതെടുത്തോ. എന്നാ ഇതൊന്നും എനിക്ക് കാണണമേ. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കച്ചവടം പോകുന്നുണ്ട്. ഇത് അമ്മ തന്നെ വെച്ചോ? അങ്ങനെ പറയല്ലേ മോനെ, ഇത് അമ്മൻ്റെ പൈസ ഒന്നും അല്ലല്ലോ, നീ അധ്വാനിച്ച് തന്നെയല്ലേ. ഇപ്പോഴത്തെ ആ വാടക ഷോപ്പിൽ എത്ര ചിലവുകളുണ്ട് പറഞ്ഞിട്ടാ. മാസം മാസം വാടക കൊടുക്കണം, അഡ്വാൻസ് ഉണ്ട്, പിന്നെ ആ 2 പിള്ളേർക്ക് കൂലിയൊക്കെ കൊടുക്കണ്ടടാ. നീ പൈസ വെച്ചിട്ടേ സ്വന്തമായിട്ടൊരു ഷോപ്പ് ഇടാൻ നോക്ക്. അതാകുമ്പോൾ പിന്നെ കിട്ടണതും നിനക്ക് എടുക്കാമല്ലോ. എന്തായാലും ഇരിക്കേ, അമ്മ ചായ എടുക്കാം. ദിനേശ് ഇത് നോക്കാം, റെഡ്മി ഇത് പെട്ടെന്ന് നോക്കാം. എന്താണ്, തിരക്കിലാണോ? നീ എത്തിയോ? എന്താ ചെറിയ ഷോപ്പിംഗ് എല്ലാം നടത്തിയല്ലോ, എന്താ റെഡി? ആ ഒരു ഷർട്ട് എടുത്തു. നോക്കി ഇനിണ്ടെന്ന് അടിക്കാറായാ? ഇല്ല, അടിപൊളിയാണോ? കുറച്ച് വെള്ളം തട്ടാ. അല്ല വേണം. എന്താടാ വയ്യേ? നേരെ എന്തോ തലർക്കം പോലെ. എടോ ഇതെന്താ, എന്താടാ, എന്താ ചോ? നീ ഇവിടെ ഷോപ്പ്, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വാ ജോലി. നീ കൂട്ടുകാരാകുമ്പോൾ നീ വിളിച്ചായിട്ടോ. എന്തായാലും ഭക്ഷണം കഴിക്കാത്തോണ്ടാ? അറിയില്ല, രാവിലത്തെ ഒരു ചെറുതായിട്ട് ഇതുണ്ടായിരുന്നോ? സാരല്ലോ. ഈ പിള്ളേരിത് എന്താക്കുക? ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്നാ പിന്നെ ഒന്നും വിളിച്ച് പറയണ്ടേ? ഓ എത്തിയാ? എന്നാ പിന്നെ വൈകുന്നുള്ളത് കാര്യം എന്നെ വിളിച്ച് പറയണ്ടേ? അല്ല അവൻ എവിടെ? എന്താ അമ്മന്നാ രാവിലെ തുടങ്ങി അവൾക്ക് വയ്യ, എന്നിട്ട് അതും വെച്ചിട്ട് ഓഫീസിൽ പോയിരിക്കണത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിന്റെ ഷോപ്പിലേക്ക് വരുന്നെന്തോ പറയണ കേട്ടു. എന്നാ പിന്നെ അവിടെ എത്തിയെങ്കിൽ ഞാൻ എത്തി, അല്ലെങ്കിൽ അമ്മ അവൾ വന്നിട്ടുണ്ടെന്ന് ഒരു വാക്ക് എന്നെ വിളിച്ച് പറയണ്ടേ?
ഇവിടെ എന്ത് ചെയ്യണോ ഏത് ചെയ്യണോന്ന് അറിയണ്ടേ, എനിക്കാകെ എന്തോ പോലെ നിൽക്കുക. ഒന്ന് വിളിച്ച് പറഞ്ഞു വിടടാ, രണ്ടിൻ്റെ കയ്യിൽ ഫോണില്ലേ? അതവേ ഷോപ്പിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇവിടെ സമയത്തിന് അങ്ങോട്ട് വന്നു. ഒന്നവിടെ ഇവിടെ നിന്ന് തലകറങ്ങി വീണിട്ടുണ്ടായിരുന്നു. തലകറങ്ങി വീഴേ? പയ്യെങ്കിൽ നിനക്ക് നേരെ ഇങ്ങോട്ട് വന്നൂടെ? വെറുതെ എന്തിനാ അങ്ങോട്ട് പോവാൻ നിന്നത്? അതമ്മ അമ്മയൊരു അച്ഛമ്മയാകാൻ പോവാ. എടാ എന്താ പറഞ്ഞത് മോളെ? ശരിയാ? അമ്മ, എന്റെ ദൈവമേ, പ്രാർത്ഥന കേട്ടു എന്നാ തോന്നുന്നത്. അച്ഛനാവാൻ പോവാ.